സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൂരാട നക്ഷത്രത്തിന്റെ ഗുണദോഷങ്ങളാണ്. ഒപ്പം അതിന്റെ ദശാനാഥന്റെ അനുഭവവും ഫലവുമാകുന്നു. ഒരു നക്ഷത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലർ പറയുന്നു അവർക്ക് ഭാഗ്യം കിട്ടുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ജാതകം പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. അതിലെ 5ഉം 9ഉം ഭാവത്തിന്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും ജാതകത്തിന്റെ ഗുണദോഷങ്ങൾ നമുക്ക് സംഭവം. 5ാം ഭാവം പൂർവ്വപുണ്യവും 9 ഭാഗ്യസ്ഥാനവും ആകുന്നു. ഭാഗ്യവും പൂർവ്വപുണ്യവും ഒത്തിരുന്നാൽ ഏതൊരു ജാതകക്കാർക്കും വളരെ ഭാഗ്യ ഐശ്വര്യങ്ങളും സുഖാനുഭവങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും കുടുംബദേവതാ അനുഗ്രഹങ്ങളും ബന്ധുക്കളുടെ അനുഗ്രഹങ്ങളും തൊഴിൽ ഇടങ്ങളിൽ നേട്ടവും ഭാഗ്യവും ഉണ്ടാക്കും. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗ്യങ്ങൾ വന്നു ചേരും. അല്ലാതെ ഭാഗ്യക്കുറവുള്ള ജാതകങ്ങളിൽ ചില ദശകളിൽ തീരെ മോശ അവസ്ഥകളും ഉണ്ടാകും. ഉദാഹരണമായി കോടിക്കണക്കിന് രൂപ മുടക്കി ചിലർ ബിസിനസ് ചെയ്യാറുണ്ട്. അവർക്ക് പിന്നെ കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുന്നു. കാരണം അവരുടെ ജാതകത്തിലെ ഭാഗ്യത്തിന്റെ കുറവാണ്. അതേസമയം നിസാര പൈസ മുടക്കി ബിസിനസ് ചെയ്യുന്നവർ ധാരാളമുണ്ട്. അവർ ധാരാളം പണം ഉണ്ടാക്കുകയും സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരും അറിയപ്പെടുന്നവരുമായി ഭവിക്കുന്നു. ഇതെല്ലാം ഭാഗ്യത്തിന്റെയും ലാഭത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പൂരാട നക്ഷത്ര ജാതകര് ധനു രാശിക്കാരാണ്. അത് നിൽക്കുന്നത് വേഴന്റെ രാശിയിലാണ്. ഇവരുടെ രാശി അധിപൻ, അതായത് ദശാനാഥൻ ശുക്രനാണ്. അപ്പോൾ 2 അവസ്ഥകൾ ഇവർക്ക് പ്രദാനം ചെയ്യുന്നു. ഒന്ന് ശുക്രന്റെ അവസ്ഥയും ഒന്ന് വേഴന്റെ അവസ്ഥയും. ശുക്രനെ നമ്മൾ സാധാരണ സങ്കല്പിച്ചിട്ടുള്ളത് അസുരഗുരു എന്നും വേഴനെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് ദേവഗുരു എന്നും ആകുന്നു. അപ്പോൾ അസുരനും ദേവനും തമ്മിൽ പിണക്കമാണെന്ന് ആളുകൾ പറയാറുണ്ട്. എങ്കിലും ഇവർക്ക് ഒരേ സമയം 2 ഗുണങ്ങൾ കാണിക്കും. അസുരന്റെ മുൻദേഷ്യവും വേഴന്റെ സാത്വിക ഭാവവും. അപ്പോൾ ഇവർ എത്ര തന്നെ ശുണ്ഠി കാണിച്ചിരുന്നാലും നിമിഷ നേരം കൊണ്ട് അവ മാറപ്പെടും. ഇവർക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് ചിട്ടയും നല്ല വേഷവിധാനവും സൗന്ദര്യ ആരാധകരും സൗന്ദര്യത്തെ ശരീരത്തിലും വീട്ടിലായാലും മറ്റ് ഗ്രഹോപകരണങ്ങളിലും സൗന്ദര്യത്തെ പ്രദാനം ചെയ്യുന്നവരായിരിക്കും. ഇവർ കൂടുതലും അധ്യാപകർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ നേഴ്സന്മാർ, വണ്ടിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ, സാധാരണക്കാരാണെങ്കിൽ വണ്ടി ഓട്ടി ജീവിക്കുന്നവർ, അതുപോലെ പൈലറ്റർ, അങ്ങനെ തുടങ്ങിയ പല ജോലികളിലും മേഖലകളിലും ഇടപെട്ട് നിൽക്കുന്നവരാണ് പൂരാട നക്ഷത്ര ജാതകർ. പൂരാട നക്ഷത്ര ജാതകർക്ക് പൊതുവെ പ്രത്യേക ഒരു കഴിവുള്ളത് ഭരണ നൈപുണ്യം. വീട്ടിലായാലും രാജ്യത്തായാലും നാട്ടിലായാലും ഇവരെ ഭരണങ്ങളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ വളരെ സത്യസന്ധത്തോടും നിഷ്ഠയോടും കൃത്യതയോടും കൂടി അവരെ കാര്യങ്ങൾ നിറവേറ്റും. പല മേലുദ്യോഗസ്ഥരും നമുക്കറിയാം. അവരെല്ലാം വളരെ കർശനമായിട്ട് തന്നെയാണ് തൊഴിലുകൾ നിർവഹിക്കുകയും അതിൽ പ്രശസ്തരാകുകയും ചെയ്യുന്നത്. വെള്ളിപൂരാടം എന്ന് ചിലർ പറയും. വെള്ളിപൂരാടത്തിന് വെള്ളിപൂരാടമേ ചേർക്കാവെന്ന് പറയും. അത് ഏറെക്കുറെ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. എന്നാലും വെള്ളിപൂരാടത്തിന് വെള്ളിപൂരാടം ചേർക്കണമെന്ന് ചിലർ പറയും. അല്ലാതെ വേറെ നക്ഷത്രങ്ങളും ഉണ്ട്, അതും ചേർക്കാം. അതിന് ചേർന്ന ഗ്രഹനിലയെല്ലാം പരിശോധിച്ച് നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ പൂരാടത്തിന് ചേർക്കാത്ത നക്ഷത്രങ്ങൾ ഭരണി, പൂരം, പൂരാടം, പൂയം, ഔട്ടം, അനിഴം, മകയിരം, ചിത്തിര, ഉത്തിട്ടാതി എന്നിവ രഞ്ജുദോഷം കൂടെ ഉണ്ട്.
അങ്ങനെ പൂരാട നക്ഷത്രം ഒരു ഊന്നാളല്ല. അതുകൊണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ഈ നക്ഷത്രം സ്വീകരിക്കുന്നത് ഉത്തമമല്ല. പൊതുവെ കൃഷിയിലും പൂന്തോട്ടത്തിലും വാഹനത്തിലും ആട ആഭരണ അലങ്കാര വസ്തുക്കളിലും അതീവ താല്പര്യമുള്ളവരാണ് പൂരാട നക്ഷത്രക്കാർ. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർ എപ്പോഴും വളരെ ഐശ്വര്യത്തോടുകൂടി നടക്കുന്നവരുമായിരിക്കും. നല്ല മുഖലക്ഷണം, മുഖസൗന്ദര്യം, മുഖഭംഗി എന്നിവയെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതകളാകുന്നു. ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ഏതാണ്ട് മറ്റു നക്ഷത്രങ്ങളെപ്പോലെ പൂരാടത്തിനും 4 പാദങ്ങളുണ്ട്. നമുക്കിവിടെ അതിൻ്റെ ശുക്രൻ 20 കൊല്ലമാണ്. അതിൻ്റെ പകുതി എടുത്ത് നോക്കാം. 10 കൊല്ലം ശുക്രദശ. ശുക്രദശ 1-2 കാലങ്ങളിൽ കുടുംബത്തിന് അല്പ അരിഷ്ടതകൾ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് സുഖ അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. ശുക്രദശയിൽ തന്നെ മാതാപിതാക്കൾക്ക് ഐശ്വര്യവും സഹോദര ഗുണവും പുതിയ ഗ്രഹം, വാഹനം എന്നിവ വയ്ക്കുവാനുള്ള യോഗങ്ങളും പിതാവിനോ മാതാവിനോ തൊഴിൽ മങ്ങി നിന്നാൽ അവ പൂർവാധികം ലഭിക്കുവാനുള്ള ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. ഈ ദശയിൽ ഇവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ സർക്കാർ സംബന്ധിയായ ചില നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കലാപരമായ കാര്യങ്ങളിൽ ഇവർ നിപുണരായിരിക്കും. കല, കായികം, നീന്തൽ എന്നിവയിലും ഇവർ പ്രത്യേകത കാണിക്കും. ശുക്രദശയുടെ അനുഭവസിദ്ധിക്ക് വേണ്ടി ഗണപതിയെയും ദേവിയെയും പ്രത്യേകം പ്രീതി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കുടുംബാംഗങ്ങൾ പ്രത്യേകം നടത്തിക്കൊള്ളുക. അടുത്ത് ആദിത്യദശ 6 കൊല്ലം. ആദിത്യദശാകാലത്ത് 16 വർഷം നമ്മൾ കണക്കാക്കി ജാതകത്തിൽ ജനനശിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. എങ്കിലും 16 കൊല്ലം ആദിത്യദശ നിൽക്കുന്നു. ആദിത്യദശയിൽ ഇവർക്ക് പഠനവും ഗ്രഹത്തിൽ സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടാനുഭവങ്ങളും ബന്ധുജനങ്ങൾക്ക് ഐശ്വര്യവും പിതാവിന് തൊഴിലുന്നതിയും, ചിലർക്ക് ഈ സമയത്ത് പിതാവ് വിദേശങ്ങളിൽ പോയി തൊഴിൽ നേടുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. പൊതുവെ ഇവർ ഈ കാലഘട്ടത്തിൽ പനി, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ കണ്ഠരോഗങ്ങൾ, കണ്ണിന് അസ്വസ്ഥതകൾ എന്നിവയെല്ലാം ഈ ആദിത്യദശയിൽ ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. ഇവർക്ക് ആഴ്ചതോറും ശിവന് ജലധാരയും മൃത്യുഞ്ജാർച്ചനയും നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിത്യൻ പൊതുവെ ശിവനുമായി ബന്ധപ്പെട്ട ഗ്രഹമാണല്ലോ. ആദിത്യദശയുടെ അനുഭവങ്ങൾക്ക് വേണ്ടി പുണ്യക്ഷേത്രങ്ങളിൽ ഇവർ പോകുന്നത്, രക്ഷകർത്താക്കൾ കൂടെ കൊണ്ടുപോയി തൊഴുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്ത് ചന്ദ്രദശ 10 കൊല്ലം. 16ഉം 10ഉം 26 വയസ്സ് വരെ ചന്ദ്രദശ. ചന്ദ്രദശാകാലത്ത് ചന്ദ്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണ്, വേടന്റെ രാശിയിലാണല്ലോ. അപ്പം ചന്ദ്രദശ ഇവർക്ക് പൊതുവെ നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കും. ചന്ദ്രദശയിൽ 18, 19, 22, 21 ഈ കാലങ്ങളിൽ പഠനവും, 23-ൽ തൊഴിലും, സ്ത്രീകൾക്ക് 23, 24-ൽ വിവാഹബന്ധങ്ങളും, പുരുഷന് 26, 27-ൽ വിവാഹബന്ധങ്ങളും സാധാരണ കാണപ്പെടുന്നു. അപ്പോൾ ഈ ദശയുടെ അനുഭവങ്ങൾക്ക് വേണ്ടി ദേവിപ്രീതി, ശിവപ്രീതി, മുരുകപ്രീതി എന്നിവ വരുത്തി ഇവർ ഈ ദശയുടെ അനുഭവങ്ങൾ കൈവരിക്കേണ്ടതാകുന്നു. ശേഷം ചൊവ്വാദശ 7 കൊല്ലം, അതായത് 31 വയസ്സും ശിഷ്ടവും വരെ. ചൊവ്വാദശയിൽ ഇവർക്ക് സാങ്കേതിക വിദ്യ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് മുടക്കം വന്നെങ്കിൽ
അവ പൂർത്തീകരിക്കുവാനും ഭൂമിയോഗം, ഗ്രഹയോഗം, സന്താനലബ്ധി, പുതിയ ഭൂമി വാങ്ങാനുള്ള യോഗം, പിതാവിനും മാതാവിനും ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം ചൊവ്വാദശാകാലത്ത് ഉണ്ടാകും. ചൊവ്വാദശയിൽ വിവാഹത്തിന് താമസം ഉണ്ടാക്കും. ചിലർക്ക് ചന്ദ്രദശയിൽ വിവാഹം നടന്നില്ല എങ്കിൽ ചൊവ്വാദശ അന്ത്യത്തിലോ മധ്യത്തിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആകിലും ചന്ദ്രദശാകാലത്ത് തന്നെ വിവാഹം നടത്തുന്നത് ഉത്തമമായിരിക്കും. ചൊവ്വാദശയുടെ സൽഭാഗ്യ ഐശ്വര്യ സിദ്ധിക്ക് വേണ്ടി മുരുകന് പഞ്ചാമൃതാഭിഷേകവും ദേവീക്ഷേത്ര ദർശനവും അത്യാവശ്യമാകുന്നു. അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർദശ. രാഹുർദശാകാലം ജാതകർക്ക് സന്താനപുഷ്ടി, പുതിയ ഭൂമി ലാഭമോ, പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗമോ, വിദേശ യോഗമോ, അതുപോലെ അല്ലെങ്കിൽ തൊഴിൽ മാറ്റമോ എല്ലാത്തിനും അവസരം സ്ത്രീ പുരുഷ ഭേദമന്യേ അനുഭവമാകുന്നു. ഈ ദശയുടെ അന്ത്യത്തിൽ ബന്ധുക്കൾക്ക് അല്പ അരിഷ്ടതകളും ജാതകർക്ക് ത്വക്ക് രോഗം, കണ്ഠരോഗം, ജലദോഷം ഇവയെല്ലാം വന്നു ഭവിച്ചേക്കാം. ഈ ദശയുടെ സൽഭാഗ്യ ഐശ്വര്യസിദ്ധിക്ക് വേണ്ടി സർപ്പ രാജാവിന് യഥാവിധി പൂജ കൊടുക്കുക. അതായത് നൂറുംപാലും, സർപ്പബലി, ആയില്യ പൂജ എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് വ്യാഴദശ. വ്യാഴൻ നല്ല സ്ഥാനത്ത് നിന്നാൽ ഇവർക്ക് വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും. പൊതുവെ വ്യാഴന് ഇവർക്ക് അനുകൂലമുള്ള കാലഘട്ടമാണ് കൊടുക്കുന്നത്. പുരട നക്ഷത്ര ജാതകർക്ക് വ്യാഴൻ അനുകൂല അവസ്ഥകളെ നൽകുന്നതായി നാം കണ്ടുവരാറുണ്ട്. വ്യാഴദശയിൽ സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, ജാതകർക്ക് സാമ്പത്തികമായി നേട്ടം, അവരവരെ ഗതിക്കനുസരിച്ചുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കീർത്തികളും ഉണ്ടാകും. ചിത്രരചന, അതുപോലെ തന്നെ എഴുത്തുകുത്ത്, ഗാനം, നൃത്തം, അഭിനയം എന്നീ നിലകളിൽ ഉള്ളവർക്ക് വളരെ അഭിവൃദ്ധിയും അതിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും കാർഷിക രംഗങ്ങളിൽ നിന്നുള്ള ഭാഗ്യങ്ങളും ഉണ്ടാകും. വ്യാഴദശയ്ക്ക് പ്രീതിക്ക് വേണ്ടി കൃഷ്ണക്കോവിലിൽ പാൽപായസവും വിഷ്ണു ഭഗവാന് യഥാവിധി പൂജകളും പുണ്യക്ഷേത്ര ദർശനങ്ങളും ആവശ്യമായി വരുന്നു. അടുത്തത് ശനിദശ 19 കൊല്ലം. ശനിദശ ഇവർക്ക് തുടക്കത്തിൽ അല്പ അരിഷ്ടതകൾ ഉണ്ടാക്കും. പിന്നീട് സുഖവും സന്തോഷവും, സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, പുത്രപൗത്രാദി സൗഖ്യം, സന്താനങ്ങളെ കൊണ്ട് നേട്ടം, കൃഷി സംബന്ധമായ ഐശ്വര്യങ്ങൾ, കച്ചവടം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ലെവലിൽ പുരോഗമനം, അതുപോലെ തന്നെ ശില്പവിദ്യ, ഇരുമ്പ് തൊഴിലുകൾ നടത്തുന്നവർക്ക് ഐശ്വര്യങ്ങളും, എഞ്ചിനീയറിംഗ് ബന്ധമുള്ളവർക്ക് ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ശനിദശയിൽ ഉണ്ടാകും. ശനിയുടെ അവസാന സന്ധിയിൽ ചില പൂജകൾ നടത്തി ശനീശ്വര പ്രീതി വരുത്തിക്കൊള്ളുക. ശാസ്താപ്രീതി, അതായത് ശാസ്താവിന് ശബരിമലയിലും മറ്റു ശാസ്താ ക്ഷേത്രങ്ങളിലും പോയി ശാസ്താപ്രീതി വരുത്തുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും. ശേഷം 17 കൊല്ലം ബുധദശ, അത് കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. അങ്ങനെ ഇവരുടെ ദശകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇവർ അണിയേണ്ട രത്നങ്ങൾ, പൊതുവെ അണിയേണ്ട രത്നങ്ങൾ ശുക്രദശയിൽ ബൈരക്കല്ലും, ആദിത്യദശയിൽ ചുവന്ന രത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വാദശയിൽ പവിഴവും, രാഹുറിൽ ഗോമേതകവും, ശനിയിൽ ഇന്ദ്രനീലവും, ബുധനിൽ മരതകവും, കേതുവിൽ വൈദൂര്യവും ധരിക്കുന്നത് ഉത്തമമാകുന്നു. എങ്കിലും ഇവ നമുക്ക് സാമാന്യേന ധരിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല. മറ്റ് ദശയുടെ സന്ധികളോ അരിഷ്ടതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കല്ല്
ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ഉപദേശത്തോടുകൂടി കല്ലുകൾ ധരിക്കുക. നവരത്ന മോതിരം ഇടുന്നതും ഉത്തമമാകുന്നു. ഇനി പ്രത്യേകിച്ച് ശുക്രദശയിൽ ദേവി പ്രീതി, ആദിത്യദശയിൽ ശിവപ്രീതി, ചന്ദ്രദശയിൽ ദേവിപ്രീതി, ചൊവ്വാദശയിൽ മൃഗപ്രീതി, രാഹുദശയിൽ സർപ്പപ്രീതി, വ്യാഴദശയിൽ വിഷ്ണുപ്രീതി, ശനിദശയിൽ ശാസ്താപ്രീതി, ബുധദശയിൽ ഹനുമാൻ പ്രീതി, കേതുദശയിൽ ഗണപതി പ്രീതി എന്നിവ വരുത്തിക്കൊള്ളുക. ഇവരുടെ ഭാഗ്യ നമ്പർ 5, 2. ഭാഗ്യ നിറങ്ങൾ ചുവപ്പ്, പച്ച, ക്രീം. ഭാഗ്യ ദിവസങ്ങൾ വ്യാഴം, വെള്ളി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ഈ വീഡിയോ പൂരാട നക്ഷത്ര ജാതകർക്ക് വേണ്ടി പറഞ്ഞത് നിർത്തിക്കൊള്ളുന്നു. പൂരാട നക്ഷത്ര ജാതകർക്ക് 2024 ഭാഗ്യവും ഐശ്വര്യവും കീർത്തിയും ദൈവാധീനത്താൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.